നമുക്കൊപ്പം കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട രാഘവേട്ടൻ എത്തിച്ചേർന്നിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഒടുവിൽ കോഴിക്കോട്ടെത്തി, കുതിരയുമായി കോഴിക്കോട്ടെത്തി. ഞങ്ങൾ യാത്ര തുടങ്ങിയത് ജോസ് കെ മാണിയുടെ പാർട്ടി ഓഫീസിൽ നിന്നാണ്. അതായത് അന്ന് അവരുടെ പാർട്ടി ചിഹ്നമായിരുന്നു കുതിര, കോട്ടയത്ത് നിന്ന്. അവിടുന്ന് തുടങ്ങി കോഴിക്കോട് എത്തുമ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. ഞാനും ജാക്കിയും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ? ഞാൻ ഒരു തവണ ഒരു ഭയമുണ്ടോ കുതിരയെ കണ്ട? ഇല്ല. ഒന്നിനെ കണ്ടാലും ഭയക്കുന്ന ആളല്ല രാഘവേട്ടൻ. അതിന് വേറെ ആളെ നോക്കണം എന്നുള്ളത്. നരേന്ദ്രമോദി സർക്കാരിന്റെ 2 ടേമിലും ശക്തമായ പ്രതിപക്ഷമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോ ഇനി 3ാമത്തെ ഒരു ടേമാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ അല്പസമയം മുമ്പ് വിളംബരം കരിയോട് സംസാരിച്ചു. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ തൊട്ടടുത്താണല്ലോ വയനാട്, പൂക്കോട്. എനിക്ക് തോന്നുന്നു ഇതേ പ്രായത്തിലുള്ള മക്കൾ നമ്മളെല്ലാവർക്കും സഹോദരങ്ങളും. ആ അച്ഛനിപ്പോ ഹൃദയം പൊട്ടിയാണ് സംസാരിച്ചത്. ഇതിൽ അമ്മയെ സംസാരിച്ചത് അങ്ങനെയാണ്. വളരെ പ്രാകൃതമായ ഒരു കൊലയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നാണോ മനസ്സിലാക്കുന്നത്? എന്താണ് ആ മരണത്തെക്കുറിച്ച്? ഒരു സംശയം. കേരളം പോലുള്ള സാക്ഷരതയുള്ള, സംസ്കാരമുള്ള, വിദ്യാഭ്യാസമുള്ള സംസ്ഥാനത്ത് നമുക്കൊന്ന് നടന്നു സംസാരിക്കാം. ഇത് നടന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നടന്നു? കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല കോളേജുകളിലും അധ്യാപകരെ നിർവഹിക്കുന്നു, പ്രിൻസിപ്പൽമാരെ നിർവഹിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ നടന്ന അതിക്രൂരമായ കൊല എന്ന് പറയേണ്ടി വരും. ഒരു കുടുംബത്തെ തകർക്കുന്ന രീതിയിൽ. സത്യം പറഞ്ഞാൽ ഇവിടെ ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ്, പോലീസ് ന്യായമായ രീതിയിൽ അതിലിടപെടുന്നുണ്ടോ? സംശയം ഉളവാക്കുന്ന രീതിയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വരുന്ന വാർത്ത. പൂക്കോട് വെറ്റിനറി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലീസിന്റെ ഇടപെടൽ ന്യായമാണെന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പൊ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നത്. അത് ഒരിക്കലുമല്ല. പോലീസ് എന്നും കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞ കുറെ കാലമായി നടക്കുന്ന സംഭവങ്ങളിൽ പോലീസ് നിഷ്പക്ഷമല്ല, നീതിപൂർവമല്ല, പക്ഷം ചേർന്നുകൊണ്ട് ഈ വിഷയങ്ങളിൽ പോലീസും കളിക്കുന്ന. സത്യം അതാണ്. ഒരാളെ പരസ്യമായി വിചാരണ ചെയ്ത് കൊന്നിട്ട് പോലും ഒരു വികാരമില്ലാത്ത രീതിയിലാണ് കേരളം പോലീസും പെരുമാറുന്നെങ്കിൽ കേരളം എവിടെ പോകും നമ്മൾ ആലോചിക്കണം. വടക്കേന്ത്യയാണോ കേരളം? ചെഗുവേര കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു അനീതി നടന്നാൽ അന്ന് സായാഹ്നമാകുന്നതിന് മുമ്പ് ആ നഗരം കത്തിയിരിഞ്ഞില്ലെങ്കിൽ അതിന് നീതിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്. കാരണം കേരളത്തിൽ ഇപ്പൊ ജനമനസ്സുകൾ ആ അച്ഛന്റെ വിതുമ്പൽ കണ്ടാൽ, ആ അമ്മയുടെ വാക്കുകൾ കേട്ടാൽ കേരളമാണെന്ന് പറയാൻ നാണക്കേടുണ്ടാവുകയാണ്. കേരളം പോലുള്ള സംസ്ഥാനത്ത് ശരിയാണ് ഇത് ആവർത്തിക്ക സംഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാലേ ഇത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. എന്നിട്ട് പോലും ബന്ധപ്പെട്ടവർ അനങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും എങ്ങോട്ട് പോകും നീതിക്ക് വേണ്ടി? ആരെ കാണും? വളരെ ഗുരുതരമായ വിഷയമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന ഗുരുതരമായ വിഷയമാണ്. കേരളത്തിൽ നടക്കുന്ന കഴിഞ്ഞ കുറെ കാലത്തെ സ്ഥിതി നോക്കിയാൽ ഇതുപോലെ രക്ഷാപ്രവർത്തനം. ഒരാളെ ഞാൻ ചോദിക്കട്ടെ, കേരളം പോലുള്ള സംസ്ഥാനത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? വടക്കേന്ത്യയെ കുറിച്ച് പറയാറുണ്ട് എല്ലാവരും, അത് നടക്കുന്നത് കാപ്പ് സമ്പ്രദായമൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇത് അതിനേക്കാളും ഭീകരമല്ലേ? അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ഈ സിംഗിൾ പാർട്ടി കോളേജുകളിൽ, ഏക കക്ഷി കോളേജുകളിൽ സംഭവിക്കുന്ന, പാർട്ടി കോളേജുകളിൽ സംഭവിക്കുന്നത് ഉത്തരേന്ത്യയിലെ കാപ്പ് പഞ്ചായത്തിന് സമാനമായ വിചാരണയാണ്. ഒരു തർക്കം വേണ്ട. അല്ലാതെ ഒരു കുട്ടിയുടെ ഇന്നത്തെ പാരന്റ്സിന്റെ ചിന്ത എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസമുള്ള ഒരു സമ്പാദ്യം മനസ്സിലാക്കിക്കൊള്ളും. അതിനുവേണ്ടി പാരന്റ്സ് കഷ്ടപ്പെടുന്ന കാലഘട്ടമാണെന്ന് ആലോചിക്കണം. എന്തും ചെയ്യാനുള്ള കാലഘട്ടമാണ് പാരന്റ്സ് മനസ്സിലാക്കി. കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണം. ഈ രക്ഷകർത്താക്കൾ ജീവിച്ചിരിക്കെ കുഞ്ഞുങ്ങൾ മരിക്കുന്നതിനേക്കാൾ വലിയ വേദനയില്ലല്ലോ. അവർ എന്ത് ചെയ്യുവർ? ആകെയുള്ള ഒരു മകനെ ഇങ്ങനെ പരസ്യ വിചാരണ നടത്തി തല്ലിക്കൊന്നു എന്ന് വന്നാൽ ഈ കുടുംബം എങ്ങോട്ട് പോകും? നീതി എവിടെ നിന്ന് കിട്ടും? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നീതി എവിടെ നിന്ന് കിട്ടും? അതിനുള്ളിൽ വേണ്ടത്ര അതിൽ ഭരണകക്ഷിയുടെ സമ്പൂർണമായ പിന്തുണയും സഹായമുണ്ട്. CPM കൂടി അതിൽ സത്യം പറഞ്ഞാൽ പങ്കാളിത്തമുണ്ട്. കാരണം അല്ലെങ്കിൽ CPM പരസ്യമായി അവർ തള്ളിപ്പറയാൻ, അതുപോലെ ആക്ഷൻ എടുക്കാൻ തയ്യാറാകണമായിരുന്നു. നമുക്ക് ആ വിഷയത്തിൽ ഇനി അന്വേഷണം നടക്കട്ടെ. അച്ഛൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ അന്വേഷണം നോക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കാം ആ വിഷയത്തിൽ എന്നുള്ളതാണ്. പക്ഷെ നീതി കിട്ടിയില്ലെങ്കിൽ ഏതറ്റം വരെയും പോകുമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ സങ്കടത്തിനോടൊപ്പം പങ്കുചേരുന്നു. ഇനി ഇലക്ഷനിലേക്ക് വന്നാൽ കോഴിക്കോട് എങ്ങനെയാ പൊതുവെ ഒരു അവസ്ഥ? കോഴിക്കോട് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡാണ്. കാരണം 3 തെരഞ്ഞെടുപ്പുകളിലും കോഴിക്കോട് ജനങ്ങൾ എന്നെ സമ്പൂർണമായി സഹായിച്ചവരാണ്, എന്നെ പിന്തുണച്ചവരാണ്. അതിന് കാരണം അവർക്ക് എന്നിൽ വിശ്വാസമുണ്ട്, എനിക്ക് അവരിലും വിശ്വാസമുണ്ട്.
അവരെന്നെ സ്നേഹിക്കുന്നു, ഞാൻ അവരെയും സ്നേഹിക്കുന്നു. അതിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പിലെ വിജയം. അപ്പൊ സ്വാഭാവികമായും 15 വർഷക്കാലം കോഴിക്കോട് മണ്ഡലത്തിന്റെ നാടിന്റെ ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും നിരന്തരമായി ഇടപെടുന്ന ഒരാളാണ് ഞാൻ 24/7 ആണ്. ഞാൻ ഗസ്റ്റ് ആർട്ടിസ്റ്റ് അല്ല. നിങ്ങൾക്ക് എന്നെ കൂടുതലും മണ്ഡലത്തിൽ കാണാം, മണ്ഡലത്തിൽ ഇല്ലെങ്കിൽ പാർലമെന്റിൽ കാണാം. എന്നെ ഏൽപ്പിച്ച ബിസിനസ് ഇല്ല. എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്താണോ അത് കൃത്യമായി, സത്യസന്ധമായി, ആത്മാർത്ഥമായി നിറവേറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നെ വിശ്വാസം. അങ്ങയുടെ കരുത്തനായ എതിരാളി ഈ പറഞ്ഞിരിക്കുന്നത് ഇളമരം കരീം പറഞ്ഞിരിക്കുന്നത് ഒരു വെല്ലുവിളിയാണ് താങ്കളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. പാർലമെന്റിൽ നരേന്ദ്രമോദിക്കെതിരെ ഇവിടുത്തെ സിറ്റിംഗ് MP ആഞ്ഞടിച്ച ഒരു വീഡിയോ ഉണ്ടെങ്കിൽ സർക്കുലേറ്റ് ചെയ്യുമെന്നാണ്. ഞാൻ വെബ്സൈറ്റിൽ പോയാൽ പാർലമെന്റ് അകത്ത് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച കാര്യങ്ങളെല്ലാം കിട്ടും. ഇന്ന് വളരെ എളുപ്പം കിട്ടാവുന്ന കാലമല്ലേ. എവിടെയും പോകണ്ടല്ലോ. 1, 2 തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ടതാണ്. പാർലമെന്റിൽ ലോക്സഭയിൽ 2 തവണ എന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട സംഭവമുണ്ട്. ഞങ്ങളെ കുറെ ആളുകളെ. കാരണം ഈ ഗവൺമെന്റിനെതിരെ പരസ്യമായി വെല്ലിറങ്ങി പ്രതിഷേധം രേഖപ്പെടുത്തിയതിനെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. ഈ 2 ആഴ്ചക്കാലം ഞങ്ങൾ പുറത്തെടുത്തി. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഓക്കെ. അപ്പോ ഈ മണ്ഡലത്തിൽ രാഘവേട്ടന് അനുകൂലമാകാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യം വയനാടുണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഇനി രാഹുൽ ഗാന്ധി വരുന്നില്ലെങ്കിൽ പോലും എന്തായിരിക്കും മറ്റു 2 ഘടകങ്ങൾ? അത് ജനങ്ങളുടെ വിശ്വാസമാണ് പ്രധാനം. ജനങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നവർ. അവർക്ക് ഏത് സമയം എന്നെ വന്ന് കാണാം. ആരുടെയും കത്തിന്റെ ആവശ്യമില്ല. ഏത് രാത്രിയും എന്നെ വിളിക്കാം. അതിൽ കക്ഷി രാഷ്ട്രീയമില്ല, ജാതി മതമില്ല. എല്ലാവരും എന്നെ കാണാൻ വരാറുണ്ട്. എന്റെ വീട്ടിൽ 1 മണിക്ക് രാത്രി വന്നവരുണ്ട്, എന്നെ 2 മണിക്ക് വിളിച്ചവരുണ്ട് ഫോണിൽ. അവർക്കെല്ലാം എന്നെ കുറിച്ചുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏതൊരു ആവശ്യത്തിന് ഇതിനെ കിട്ടും എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, നാടിന്റെ വിഷയങ്ങൾ, പൊതുവിഷയം. ഇപ്പൊ കോഴിക്കോട് എത്രയോ കേന്ദ്ര പ്രോജക്റ്റുകൾ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയ കോൺസ്റ്റിറ്റ്യുവൻസി കോഴിക്കോട്. തർക്കം നിങ്ങൾക്ക് വേണം. എണ്ണി അതിനാണ് ഞാൻ ഈ ജാഥ ആരംഭിച്ചിട്ടുള്ളത്, ഈ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. ഇത് നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും ജനപ്രതിനിധി നിരക്ക് എന്നെ താഴ്ത്തി കെട്ടാൻ എന്ത് ശ്രമം നടത്തിയാലും, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പും വ്യക്തിഹത്യ നടത്തി നോക്കി, മനസ്സിലായിക്കൊള്ളും. അരുൺ അറിയാലോ. എന്നിട്ടും കോഴിക്കോട് ജനങ്ങൾ എന്നെ കൈവിട്ടില്ല. അതുകൊണ്ട് ജയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെല്ലാം നമുക്ക് അപമാനിക്കാൻ സാധിക്കും ആളെ, അതെല്ലാം ചെയ്യുന്നതിലൂടെ ജയമാണ് കാണുന്നതെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യം. ജനപ്രിയനായ നേതാവ് എന്നൊരു ഇമേജ് രാഘവേട്ടനുണ്ട്. അക്കാര്യത്തിൽ സംശയം. അപ്പോ ഓപ്പൺ ആണ് രാഘവേട്ടൻ എല്ലാവർക്കും. അപമാനിച്ചുകൊണ്ട് താഴ്ത്തി കെട്ടിക്കൊണ്ട് ജയിക്കാം എന്നാണ് തീരുമാനിക്കുന്നെങ്കിൽ കോഴിക്കോട്ടെ ജനങ്ങൾ അതിൽ വിധിയെടുത്ത് തർക്കം നിങ്ങൾക്ക് വേണ്ട. അവരാണ് വിധി കർത്താക്കൾ. അപ്പൊ കോഴിക്കോടിന്റെ ചങ്കായി മാറിക്കഴിഞ്ഞു രാഘവേട്ടൻ എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഒരു പോപ്പുലർ ഫ്രൈസെ പറഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ഇല്ല. ഈ സർക്കാരിനെതിരെയുള്ളൊരു ആന്റി ഇൻകുംബൻസി അതിത്തവണ വോട്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ ശബരിമലയും രാഹുൽ ഗാന്ധിയും ഉണ്ടായിരുന്നു. ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും ധാരണയായിട്ടില്ല. ശബരിമലയില്ല. അരുണേ, ഈ കേരളത്തിന്റെ അവസ്ഥ അറിയോ? നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം രൂക്ഷമാണ്. അടുക്കളയിൽ കഴിയുന്ന സഹോദരിമാർ, അമ്മമാർ ദിവസം ഇത് അറിയുന്നവരാണ്. കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല. ഈ വിലക്കയറ്റം പോലും തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല സർക്കാരിന്. ഇന്ന് ശമ്പളം പോലും മടങ്ങി വാർത്തയാനാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കൃത്യമായി വിലയിരുത്തുന്ന തർക്കം നിങ്ങൾക്ക് വേണ്ട. അത് ഏത് പാർട്ടിയാണെങ്കിലും. നിങ്ങൾ കോഴിക്കോട്ടെ, ഞാൻ പറയാം, അരുൺ എല്ലാവരുമായി ബന്ധമുള്ള ഒരാളാണ്. നിങ്ങൾ കോഴിക്കോട്ടെ സാധാരണക്കാരെ ആളുകളെ നിങ്ങൾ സമീപിക്കണം. അവർ CPM ആവട്ടെ ആരും ആവട്ടെ, കിട്ടുന്ന ഉത്തരം നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്താണെന്ന്. അത്രമാത്രം കേരളത്തിലെ ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് നട്ടം തിരിഞ്ഞിരിക്കും. ജീവിക്കാൻ മാർഗമില്ലാതെ മാറിയിരിക്കുന്നു. വരുമാനമില്ല, തൊഴിലില്ലായ്മ കൂടുന്നു. അപ്പൊ സ്വാഭാവികമായും ജനങ്ങളാണ് പരമപ്രധാനം. അരുൺ, അപ്പൊ 2 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സും മണ്ഡലത്തിൽ അനുകൂലമാകും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. ഇനി ഞാൻ നമ്മുടെ പാർട്ടിക്കുള്ളിലേക്ക് കടന്നു ചോദിച്ചു, സമരാഗ്നി എങ്ങനെയുണ്ടായിരുന്നു? മൊത്തത്തിൽ സമരാഗ്നി വൻ വിജയമായിരുന്നു. വൻ വിജയം. കോഴിക്കോടൊക്കെ വൻ വിജയമായിരുന്നു. വലിയ ആൾക്കൂട്ടം കോഴിക്കോടൊക്കെ ഇവിടെ ഈ കടപ്പുറത്ത് നടത്തിയത് വൻ വിജയമായിരുന്നു. അതൊരു ഉണർവ് നൽകിയിട്ടുണ്ട് സംഘടനാ തലത്തിലടക്കം കോൺഗ്രസ്. ഒരു സംശയം വേണ്ട. അപ്പോഴും ചില അസ്വാരസ്യങ്ങൾ അതിനകത്തുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒഴിവാക്കാമായിരുന്ന നിർഭാഗ്യകരമായ ചില കാര്യങ്ങൾ അതിൽ സംഭവിച്ചു. അതിൽ ഏറ്റവും ഒടുവിൽ കണ്ടത്, സമരാജ്ഞിയുടെ സമാപനത്തിൽ കണ്ടത്, ഈ പറയുന്ന പാലോട് രവിയുമായി ബന്ധപ്പെട്ട ഈ ദേശീയഗാന വിഷയമാണ്.
അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത് രാഘവേട്ടൻ? ഞാനത് വളരെ പേഴ്സണലായി ചോദിക്കുന്നത് അല്ല, എന്താ അറിയോ, അല്ല എനിക്കറിയാം അതിനകത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ രാഘവേട്ടനെ പോലെ കാര്യങ്ങളൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഉണ്ടാവുന്നത് താങ്കളെ പോലുള്ള ഈ സമൂഹത്തിൽ ഇറങ്ങുന്ന ആളുകളെ അല്പമെങ്കിലും ഒന്ന് പിന്നോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. ഒരു ആത്മവീര്യത അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എനിക്കൊന്ന് സ്വാഭാവികമായിട്ടും സാധാരണ പാലോടവി എല്ലാം കൃത്യമായി പറയുന്ന ആളും ചെയ്യുന്ന ആളുമാണ്. അദ്ദേഹം സ്ഥിരമായി ക്യാമ്പുകളൊക്കെ കവിതയില്ലെന്ന ആളാണ്, പാളിച്ചു വരാറില്ല. അപ്പൊ ഏതോ ടെൻഷൻ വന്ന് കാണും ചിലപ്പോ ഏതോ അങ്ങനെയൊക്കെ. പക്ഷെ നോക്കൂ, ഞാനതിനകത്ത് കണ്ടതേ ഞാനത് അധിക സമയം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. പക്ഷെ എനിക്കറിയാം താങ്കൾക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എങ്കിലും ദേശീയഗാനം ആലപിക്കുന്നതിന് ഒരു രീതിയൊക്കെ ഉണ്ട്. ദേശീയഗാനം ഈ കവിത പാടുന്ന പോലെ താളം ഇട്ട് പാടുക, അതിനുവേണ്ടി അത് ഏത് മൂഡിലാണെങ്കിലും ചെയ്യുന്നൊരു പ്രവൃത്തിയുമായിട്ട് അതിന് ബന്ധമില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. അത് അദ്ദേഹത്തെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഈ CPM പറയും പോലെ ജാഗ്രത കുറവുണ്ടായിരുന്നു. ജാഗ്രത കുറവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് തൽക്കാലം അതിൽ അവിടെ നിർത്താം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഹൈബ്രിഡിന് വേണ്ടി സംസാരിച്ചു. ഇന്നലെ കുറേയധികം ആളുകളുമായി സംസാരിച്ചപ്പോഴും അവർക്കും അതിനകത്ത് ഈ ജാഗ്രത കുറവിന്റെ കാര്യം മാത്രമല്ല, ഈ ക്യാമറയുണ്ട്, മനുഷ്യരുണ്ട് എന്ന ബോധം ഉണ്ടാവണം. ആളുകൾ ഇത് നമ്മളെ കേൾക്കാനിരിക്കുന്നു. കാലം മാറിയില്ലേ? ചെറിയൊരു വാക്കുപോലും വലിയ വാർത്തയായി തീരുന്നൊരവസ്ഥയാണ് അല്ലേ? അതെങ്ങനെയാണ് ഈ മുതിർന്ന നേതാക്കൾക്ക് ഈ പാളിച്ച പറ്റുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് അരണേ, ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഈ സാധാരണ ഈ കേരളത്തില് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അന്നേരൊക്കെ CPM സ്ഥിരം സ്റ്റേറ്റ്മെന്റ് വരും. ഒന്നുകിൽ കമ്മിറ്റി കൂടും, സെക്രട്ടറി, അതൊക്കെ വലിയ കേസുകളാണ്. പാലക്കാട്ടുള്ള അന്വേഷണ കമ്മീഷൻ പറയും ജാഗ്രത കുറവാണെന്ന് പറയും. ഇത് എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്ന വാക്ക് ഇവിടെയും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അങ്ങനെ പാടാൻ പാടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാനും പാടില്ലായിരുന്നു, പാടാനും പാടില്ലായിരുന്നു. ഒരു പാളിച്ചുണ്ട്. ബാക്കി കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ സംഘടന കുറച്ചുകൂടി ആക്റ്റീവായി ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു സംശയം. കോഴിക്കോട് എല്ലാ സ്ഥലങ്ങളും, കോഴിക്കോട് എല്ലാ നമ്മുടെ റാങ്ക് ആൻഡ് ഫയൽ വളരെ സജീവമാണ്. ബൂത്ത് തലത്തിലടക്കം എല്ലാം വളരെ ആക്റ്റീവാണ് എല്ലാ കാര്യങ്ങളും. അതിനൊന്നും വേറെ അങ്ങനെ വേറെ ഒരു കാര്യം കാണാനില്ല. കാരണം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് എങ്ങനെയാണോ അന്ന് അവർ പ്രവർത്തിച്ചത്. ഞാനൊരു കാര്യം കൂടി ചോദിക്കാം. ഞങ്ങളുടെ സർവേയിൽ താങ്കൾക്ക് അനുകൂലമായ ചില ഘടകങ്ങളുണ്ടായിരുന്നു. താങ്കൾ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ. താങ്കൾക്ക് ജനപ്രീതി ഉണ്ട് എന്ന കാര്യത്തിൽ അതിനകത്ത് വലിയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല, മണ്ഡലത്തിലുള്ള 95% ആളുകൾക്കും താങ്കളെ അറിയാം എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി പദത്തിലേക്ക് ആര് വേണമെന്ന് ചോദിക്കുമ്പോൾ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി പിണറായി വിജയൻ 4ാമത്തെ ഘട്ടത്തിലേക്ക് പോവുകയും ശൈലജ ടീച്ചർ 1ാമത്, VD സതീശൻ 2ാമത്, 3ാമതും 4ാമതും കഴിഞ്ഞ് ശശി തരൂരിന്റെ പേര് വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. യഥാർത്ഥത്തിൽ ശശി തരൂരിനെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം കഴിഞ്ഞ തവണ നടത്തിയ സർവേയേക്കാൾ ഇരട്ടിയിലധികമായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇനി അങ്ങോട്ട് നമ്മളെ നയിക്കാൻ, ഇപ്പം KPCC പ്രസിഡന്റ് ഒരു ടൈമുണ്ട്, ഇനി അത് കഴിഞ്ഞാൽ വരേണ്ട നേതൃത്വത്തിന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അതെ. ഒന്നാമത് ഈ കോൺഗ്രസ് ലീഡർഷിപ്പാണല്ലോ തീരുമാനം എടുക്കേണ്ടത്. സംസ്ഥാനം ആര് നയിക്കണം എന്നുള്ള തീരുമാനം പാർട്ടി തലത്തിൽ ഉണ്ടാകേണ്ടതാണ്. അതെ. അപ്പോ എനിക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് യുക്തമായ തീരുമാനം എടുക്കും എന്നാണ് എന്റെ വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പിലെയും സമൂഹത്തിലെയും രാഷ്ട്രീയത്തിലെയും അടിയൊഴുക്കുകൾ കണ്ടിട്ട് താങ്ക് യു. അപ്പൊ ഒരു ചായ ആവാം. ചെറിയ മധുരം ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. മധുരം പറ്റും, വിത്തൗട്ട് അല്ല. കണ്ടോ? അപ്പൊ വിത്തൗട്ട് അല്ല, മധുരം പറ്റും. അപ്പൊ മധുരമൂറുന്ന ഒരു ചായ കുടിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ സംഘടനാ തലത്തിലാണ് അതിലെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അല്ലേ? അപ്പോ അതിൽ പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ശശി തരൂര് ഒരു ഫിഗറാണ് ആ അർത്ഥത്തിൽ. ശശി തരൂരിനെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഒരു നേതാവ് എന്ന രീതിയിൽ അംഗീകരിക്കുന്നുണ്ട്. അതിന്റെ ചിത്രമാണ് കണ്ടത്. മൊത്തത്തിൽ എങ്ങനെയാ സീറ്റ് പ്രവചിക്കുന്നത്, ഒരു പ്രവചനം നടത്തുകയാണെങ്കിൽ? അല്ല, കേരളത്തില് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും ഏറ്റവും അനുകൂലമായ സിറ്റുവേഷനാണ്, സാഹചര്യമുണ്ട്. എന്താ കാരണം വെച്ചാൽ ഈ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റുകളുടെ അവരുടെ പല ഇടപെടലുകളും അത് ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്ന ബോധ്യമുണ്ട്. സ്വന്തം പാർട്ടിക്ക് വേണ്ടി മാത്രമാണെന്ന ബോധ്യമാണ്. ജനമെന്ന് പറയുന്ന പാർട്ടിക്ക് അതീതമാണ്. അപ്പോ 2 ഗവൺമെന്റുകളും അവരുടെ പാർട്ടി, അവരുടെ ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെന്റുകളായി മാറ്റുകയാണ്. അവിടെയാണ് ജനത്തിന്റെ സ്വാഭാവികമായും ഈ അഭിപ്രായ പ്രകടനം ഉയർന്നു വരാൻ സാധ്യത. അപ്പൊ അതിലൊരു കോൺഫിഡൻസ് ആണ് രാഘവട്ടം പ്രകടിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കാം, രാഷ്ട്രീയം ഒഴിച്ചു നിർത്തി എങ്ങനെയാണ് ഈ ചൂടിനെ മാനേജ് ചെയ്യാൻ പോകുന്നത്?
ചൂടിനെ നേരിടുകയാണ് വേറെ മാർഗം. രാഷ്ട്രീയ ചൂടും ഒപ്പം കാലാവസ്ഥയുടെ ചൂടും എല്ലാ ചൂടും നേരിടുക, വേറെ എന്താ മാർഗം? എപ്പോഴും ജനങ്ങളുടെ ഇടയിലാണല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ ഈ മനസ്സിനൊരു ഫ്രീഡം ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഒരു പ്രധാനപ്പെട്ട ഹോബിയൊക്കെ പൊതുവെ? പൊതുവില് ഞാൻ ഇഷ്ടംപോലെ പാട്ട് കേൾക്കുന്ന ആളാണ്. പാട്ട് കേൾക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ബാബുരാജാണോ? ബാബുക്കിന്റെ പാട്ട് ഏറ്റവും മനോഹരമായ പാട്ടുകളാണ് പാടുന്നത്. ഇത് ഏറ്റവും എനിക്ക് കുറെ കൂടെ താല്പര്യം അതിലാണ്. പിന്നെ ജയേട്ടനാണ് ഭാവഗായകൻ. അപ്പോ പാട്ട് കേൾക്കും. പാട്ട് സ്ഥിരമായി പാട്ട് കേൾക്കും. പാട്ട് കേൾക്കും. മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്തും സുഖമുള്ള ഏർപ്പാടാണല്ലോ. സുഖമുള്ള ഏർപ്പാടാണ് കേൾക്കാന്ന് പറഞ്ഞാൽ. അല്ലേ? രാവിലെ എത്ര മണിക്ക് എണീറ്റ് പരിപാടി തുടങ്ങും? ഞാൻ രാവിലെ ഒരു 6 മണിക്ക് മുമ്പ് എഴുന്നേൽക്കും. ഞാൻ രാത്രി യോഗ നടത്തം. ഞാൻ നേരത്തെ യോഗ എടുക്കാറില്ല, പഠിക്കാൻ കഴിയുന്നില്ല കുറെ ആയിട്ട്. അത് എപ്പം വന്ന് കിടക്കും. രാവിലെ എഴുന്നേക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അവിടെ നടക്കും, കുറച്ച് വീട്ടിൽ തന്നെ നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ശശി തരൂരും രാഘവേട്ടനും തമ്മിലുള്ള ഒരു ബന്ധം രാഷ്ട്രീയത്തിൽ അപ്പോഴുള്ള ഒരു വ്യക്തിബന്ധമാണോ? അല്ല, അത് ആ ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം ഒന്ന് VK കൃഷ്ണമേനു ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിഭയാണ് ശശി തരൂർ. അദ്ദേഹത്തെ ഒരാളെ കയ്യിൽ കിട്ടിയാൽ അത് പരമാവധി നാടിനും ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. അത് നിർവഹിക്കപ്പെടാൻ വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തെ ശക്തമായി പിന്തുണക്കാൻ കാരണം. അത് നാളെയും പിന്തുണക്കും. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഗുണമേ ഉണ്ടാകും. നാടിനും പാർട്ടിയും ഗുണമേ ഉണ്ടാവും. അപ്പൊ അത് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. ഓക്കെ, അപ്പോ താങ്ക് യു. ഏറെ നേരം നമ്മൾ സംസാരിച്ചു. അപ്പൊ നല്ല ചായ കുടിച്ചു, നല്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് വിജയിച്ചു കഴിഞ്ഞിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവുക, ജയിക്കാൻ. തീർച്ചയായിട്ടും നല്ല രാഷ്ട്രീയം ഉണ്ടാവട്ടെ, നല്ല മത്സരം ഉണ്ടാവട്ടെ. അപ്പൊ കോഴിക്കോടുകാർക്ക് നിരാശപ്പെടാത്തൊരു മത്സരം ഉണ്ടാവട്ടെ. താങ്ക് യു. അപ്പോ രാഘവേട്ടനാണ് നമുക്കൊപ്പം ചേർന്നത്. രാഘവേട്ടൻ പറയുന്നത് പോലെ രാഘവേട്ടൻ കോഴിക്കോട്ടുകാരുടെ മനസ്സിലുണ്ട്. ഇളമരം കരീമും ശക്തനായ ഒരു എതിരാളിയാണ്. അപ്പോൾ ഇത്തവണ മത്സരം തീപാറുമെന്ന് ഉറപ്പാണ്. അപ്പോൾ തീപാറുമ്പോ രണ്ടുപേരുടെയും കരുത്ത്, ഒരാളുടെ കരുത്ത് രാഷ്ട്രീയ നിലപാട്, മറ്റൊരാളുടെ കരുത്ത് രാഷ്ട്രീയ നിലപാടിനോടൊപ്പം കോഴിക്കോടിന്റെ വിശ്വാസം, ഇത് രണ്ടും ചേർത്താണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്.